ഹായ് ഹലോ വെൽക്കം ടു മാഷിക്കി അക്കാദമി. മാഷിക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം ഇനി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മളുടെ മുന്നിൽ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളൊരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ പോയി 10 മൊഡ്യൂളും തീർത്ത് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ഒരു MCQs ഡിസ്കഷനുമായിട്ടാണ്. നമുക്കറിയാം നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. നമ്മൾ എത്ര പഠിച്ചാലും തീരാത്ത ഒരു ഏരിയ ആണ് അല്ലെ. കണക്ട് ചെയ്ത് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് സാധാരണയായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഏരിയ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നോട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ മാസ്റ്റർ കീയുടെ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ഏരിയ പഠിപ്പിച്ചതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs ഡിസ്കസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനുകളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇച്ചിരി അധികം ഡെപ്തിലുള്ള ക്വസ്റ്റ്യനുകളും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ റിഗാർഡിംഗ് ദ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. നമുക്കറിയാം മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് അനുസരിച്ചുള്ള 1, 2, 3, 4 അസംഷനുകൾ അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നേക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് എംഫസൈസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഇറ്റ് എംഫസൈസ് എക്കണോമിക് ഓഫ് സ്കെയിൽസ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് അസ്യൂംസ് കൺസ്യൂമർ പ്രിഫർ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഓവർ പ്രൈസ്. ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ആണ് അല്ലെ, കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ആണ് ഓവർ പ്രൈസ്. ഓർത്ത് വെച്ചോണം. അടുത്തത് പറഞ്ഞിരിക്കുന്നതാണ് ഇറ്റ് ഫോക്കസിങ് ഓൺ ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഫോക്കസ് ഓൺ ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, wide distribution, and it is one of the oldest business philosophies അല്ലെ. അതായത് ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഫിലോസഫി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ ഇതിനകത്ത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1, 3, 4 ആണോ, അതോ 1, 2 ആണോ, അതോ 2, 3 ആണോ, അതോ എല്ലാം ശരിയായിട്ടുള്ളതാണോ? എല്ലാം ശരിയാണോ? അല്ല. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. 1, 3, 4 ആണ് വരുന്നത്. അതായത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ് അല്ലെ. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? എക്കണോമിക്സ് ഓഫ് സ്കെയിലാണ്. ഈ രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ പ്രിഫർ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്. അതേതാണ്? പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് അല്ലേ. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണോ? പ്രൊഡക്റ്റ് കോൺസെപ്റ്റിലാണ് വരുന്നത് അല്ലെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനകത്ത് ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് തന്നെയാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് വരുന്നത്. അതുപോലെ ഇതൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫി തന്നെയാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അറിയാൻ മേലാത്തവര് എന്ത് ചെയ്തോളുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചോണം. പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തത് നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് തന്നേക്കാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് ക്യാരീസ് ദ ഹയർ ബിസിനസ് റിസ്ക് കമ്പയർഡ് ടു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. നോക്കിയേ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റും സെല്ലിംഗ് കോൺസെപ്റ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഹയർ റിസ്ക് ഏതിനാണുള്ളത്? സെല്ലിംഗ് കോൺസെപ്റ്റിനാണ് എന്നാണ് അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. റീസൺ പറഞ്ഞിരിക്കുകയാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് ഫോക്കസിങ് ഓൺ ഷോർട്ട് ടൈം സെയിൽസ് ട്രാൻസാക്ഷൻ റാദർ ദാൻ ലോങ് ടൈം കസ്റ്റമർ റിലേഷൻഷിപ്പ്. സെയിൽസ് കോൺസെപ്റ്റിനകത്ത് അവർ അസ്യൂം ചെയ്യുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യുന്നത് ഷോർട്ട് ടൈം ആയിട്ടുള്ള സെയിൽസ് ട്രാൻസാക്ഷൻ ആണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സെയിൽ നടത്തി പോവുക എന്നുള്ളതിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് ടൈം ആയിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അല്ല എന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഏത് ആൻസർ വരുന്ന? അസേഷനും റീസണും ശരി. റീസൺ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ? ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ബോത്ത് ആർ ട്രൂ. രണ്ടും ട്രൂ ആണ്. പക്ഷെ റീസൺ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ
ചെയ്യുന്നില്ലെന്നാണോ, അതോ അസേർഷൻ ട്രൂവും റീസൺ ഫോൾസും ആണോ, അതോ അസേർഷൻ ട്രൂവും അസേർഷൻ ഫോൾസും റീസൺ ട്രൂ ആണോ, ഏതാണ് ഓപ്ഷൻ ഏത് തന്നെയാണ്, രണ്ട് ശരിയല്ലേ. അതായത് സെല്ലിംഗ് കോൺസെപ്റ്റ് എംഫസൈസ് ദ എന്താണ് അഗ്രസീവ് സെല്ലിംഗ് ആൻഡ് ഇഗ്നോർ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അഗ്രസീവ് സെല്ലിംഗ് കോൺസെപ്റ്റിനകത്ത് അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മാക്സിമം സെല്ലിംഗ് ഇങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒന്നും അല്ല. ഇതെന്താണ് ലീഡിങ് ടു ലോങ് ടൈമിൽ റിസ്കിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താനൊന്നും ഇതിലൂടെ സാധിക്കത്തില്ല. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. കസ്റ്റമർ ഫസ്റ്റ് അപ്രോച്ച് ആണോ, കൺസ്യൂമർ ഫസ്റ്റ് അപ്രോച്ച് ആയിട്ടാണോ, അതോ എന്താണ് ഫോക്കസിങ് ഓൺ ഡെലിവറിങ് ദ എന്താണ് superior value ആണോ, സെൽ ദാറ്റ് ദ കമ്പനീസ് പ്രൊഡക്ട്സ് ആണോ, അച്ചീവിങ് ദ പ്രോഫിറ്റ് ത്രൂ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണോ, ഏതാണ്? നമുക്കറിയാം മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനകത്ത് ഏതാ വരുന്നത്? മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനകത്ത് ഏതാ മക്കളെ വരുന്നത്? വളരെ സിമ്പിൾ അല്ലേ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. സെൽ ദാറ്റ് ദ കമ്പനീസ് പ്രൊഡക്ട്സ് ബീയിങ് ടു സെല്ലിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഫോക്കസിങ് ഓൺ മേക്കിംഗ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്. എന്താണ് കസ്റ്റമർക്ക് വേണ്ടത് അതാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? നോട്ട് അല്ലേ. നോട്ട് എ ഫീച്ചർ എന്നാണ് വന്നേക്കുന്നത്. നോട്ട് എ ഫീച്ചർ ആണ്. കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോക്കസിങ് ഓൺ സുപ്രീം ആയിട്ടുള്ള വാല്യൂസ് ക്രിയേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, നല്ല പ്രോഫിറ്റ് നേടുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ് ആണ്. സെല്ല് ചെയ്യുക എന്നുള്ളത് സെല്ലിംഗ് കോൺസെപ്റ്റിനകത്ത് ഉള്ളതാണ്. മാക്സിമം സെയിൽ നടത്തുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ കമ്പോണൻസ് ഓഫ് ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗ്. ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കാറുണ്ട്. അതിലെ ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗിനകത്ത് വരുന്ന അതിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്നുള്ള റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ്, എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. നമ്മൾ ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിന്റെ പില്ലേഴ്സ് പഠിക്കുന്നുണ്ട്. പില്ലേഴ്സ് ഓഫ് ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗ് അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗ് പഠിക്കുന്നതാണ്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പില്ലേഴ്സ് പഠിക്കുന്നുണ്ട്. ആ പില്ലേഴ്സിനകത്ത് വരുന്നതല്ലേ ഇതെല്ലാം അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഏതാ മക്കളെ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ. ഓൾ ഫോർ ആർ ദ പില്ലേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചോണം. അറിയത്തില്ലാത്തവരൊന്ന് ചെറുതായിട്ട് സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. പില്ലേഴ്സ് ഓഫ് ഹോളിസ്റ്റിക്സ് മാർക്കറ്റിംഗ് ഏതൊക്കെയാണ്? റിലേഷൻഷിപ്പ് മാർക്കറ്റ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റ്, ഇന്റേണൽ മാർക്കറ്റ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ, എ കമ്പനി redesigns its entire strategy after discovering that the customer wants eco-friendly packing even through the production cost increases. This reflects എന്തിനാണ് നോക്കുക. എ കമ്പനി റീഡിസൈൻ ചെയ്തു ദ എൻറ്റയർ സ്ട്രാറ്റജി ആഫ്റ്റർ ആഫ്റ്റർ ഡിസ്കവറിംഗ് ദാറ്റ് ദ കൺസ്യൂമർ വാണ്ട്സ് eco-friendly packing even through the production cost increases. Production cost increase ചെയ്യുന്നുണ്ട്. This reflects പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണോ, സെല്ലിംഗ് കോൺസെപ്റ്റ് ആണോ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണോ, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആണോ? ഇത് നിങ്ങൾക്ക് പറയാം. ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ആൻസർ പറയാൻ പറ്റും. ഏതാ മക്കളെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലേ. കൺസ്യൂമറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് അവർ നല്ലപോലെ അല്ലേ. ദ ഫേം അഡോപ്റ്റ് ദ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ കൺസ്യൂമർ നീഡ്. അതാണെങ്കിൽ ഏതാണ്? മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. അടുത്തത് നോക്കിയേ, വിച്ച് ഫ്രെയിം വർക്ക് ഇൻക്ലൂഡ്. ഏത് ഫ്രെയിം വർക്ക് അനുസരിച്ചാണ് കമ്പനി, കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, കൊളാബറേറ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റ്. അതായത് ഡിഫറെന്റ് സീസ് വരുന്ന ഏതിനകത്താണ്? 5 C's അനാലിസിസ് അല്ലേ. അതായത് മാർക്കറ്റിംഗിലെ ഡിഫറെന്റ് അനാലിസിസുകൾ നമ്മൾ പഠിക്കാറുണ്ട്. സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്, അതുപോലെ പെസ്റ്റ് അനാലിസിസ്, BCG മെട്രിക്സ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്താറുണ്ട് മാർക്കറ്റിംഗിൽ. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് 5C അനാലിസിസ്. അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് കമ്പനി, കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, കൊളാബറേറ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി ആണല്ലേ. 5 C's കമ്പനി, കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, കൊളാബറേറ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റ്.
അടുത്തത് നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് തന്നേക്കാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് സെല്ലിംഗ് കോൺസെപ്റ്റ് ആർ ഐഡന്റിക്കൽ ഇൻ നേച്ചർ. മാർക്കറ്റിംഗ് കോൺസെപ്റ്റും സെല്ലിംഗ് കോൺസെപ്റ്റും ഐഡന്റിക്കൽ നേച്ചറിലുള്ളതാണ്. ആണോ? ഐഡന്റിക്കൽ ഇൻ നേച്ചർ ആണോ? ഓർത്ത് വെക്കുക. റീസൺ പറഞ്ഞിട്ടുണ്ട് ബോത്ത് എയിംസ് അറ്റ് ഇൻക്രീസിങ് ദ സെയിൽസ് വോളിയം. രണ്ടും സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാന്നുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. സോ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? സി ആണ് അല്ലെ. അസേർഷൻ ഈസ് ഫോൾസ് ആണ്. ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫിലോസഫി. റീസൺ ഈസ് ട്രൂ. ബോത്ത് ആർ എയിംസ് അറ്റ് സെയിൽസ് ബട്ട് അപ്രോച്ചസ് ഡിഫറൻസ് ആണ്. രണ്ടും എയിം ചെയ്യുന്നത് സെയിൽസ് തന്നെയാണ്. ഒന്ന് കസ്റ്റമറെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് സെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞ ഒരു അഗ്രസീവ് സെയിലാണ് സെല്ലിംഗ് കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മാർക്കറ്റിംഗ് മിക്സുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൈസ് ഈസ് ദ only element that directly generate revenue. Price is the only element that directly generate revenue. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. The promotion includes warehousing and logistics decision. Promotions includes warehousing and logistics decision. And product may be tangible or intangible. Product എങ്ങനെയാകാം? ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ ആകാം. And the 4 P's were grouped by 4 P's ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഈ ജെറോംസ് എംസ്ക്രാൻസി ആണ്. അത് ശരിയാണ് കേട്ടോ. ജെറോം തന്നെയാണ് എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 4 C's ഡെവലപ്പ് ചെയ്ത്. ബാക്കി നോക്കി ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ ശരിയാണ്? മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ മാർക്കറ്റിംഗ് മിക്സിൽ 4 പീസസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് അതായത് ആൻസർ വരുന്ന ഏതാണോ? ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് പ്രൈസ് ജനറേറ്റഡ് ദ റവന്യൂ എന്നുള്ളത് ശരിയാണ്. അതുപോലെ വെയർ ഹൗസിംഗും ലോജിസ്റ്റിക്സും ഒക്കെ ഫോൾ അണ്ടർ ദ പ്ലേസസിനകത്താണ് വരുന്നത്. പ്രൊമോഷന്റെ അകത്താണോ വരുന്നത്? പ്ലേസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വെയർ ഹൗസിംഗും ലോജിസ്റ്റിക്സും ഒക്കെ വരുന്നത്. അത് ഏതിനകത്തല്ല? പ്രൊമോഷനകത്തല്ല വരുന്നത്. സോ അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? ജെറോം സെംസ്ക്രിൻസി തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്? 4 C's ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? പ്രൊഡക്ട്സിനകത്ത് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഒക്കെ വരുന്നത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റിപ്പോയത് ഏത് മാത്രമാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 C's ഇത് ചോദിക്കുന്ന കേട്ടോ. മാർക്കറ്റിംഗ് മിക്സ് ചോദിക്കുന്നതാണേ. അടുത്ത നോക്കിയേ. മാർക്കറ്റിംഗ് മയോപ്പിയ ക്യാൻ ലീഡ്സ് ടു ബിസിനസ് ഫെയിലിയർ. മാർക്കറ്റിംഗ് മയോപ്പിയ എന്തിലേക്ക് നയിക്കും? ബിസിനസ് ഫെയിലിയറിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ പറഞ്ഞേക്കാണ് a firm focus exclusively on their products rather than the customer need. കസ്റ്റമർ നീഡ് നോക്കാതെ എക്സ്ക്ലൂസീവ്ലി അവർ പ്രൊഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ഏതാണ് മാർക്കറ്റിംഗ് മയോപ്പിയ? അറിയാമെങ്കിൽ മാർക്കറ്റിംഗ് മയോപ്പിയ എന്താണെന്ന് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നുള്ളൂ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ. അതായത് മാർക്കറ്റിംഗ് മയോപ്പിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഓർത്ത് വെച്ചോണം കേട്ടോ, തിയോഡോർ ലിവിറ്റ് ആണ് അല്ലെ. തിയോഡോർ ലിവിറ്റ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? മാർക്കറ്റിംഗ് മയോപ്പിയ ഡെവലപ്പ് ചെയ്തത്. മാസ്റ്റർ ഫോളോയിങ് ആയിട്ടൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. സെറ്റ് നെറ്റ് ഒക്കെ പോലുള്ള എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് മാർക്കറ്റിംഗ് മയോപ്പിയയുടെ മാസ്റ്റർ ഫോളോയിങ് വരാറുള്ളതാണ്. ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? തിയോഡോർ ലിവിറ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ഫേം ഡിഫൈൻസ് ബിസിനസ് നാരോലി അറൌണ്ട് ദ പ്രൊഡക്ട്സ് ഇഗ്നോറിംഗ് ദ കസ്റ്റമർ നീഡ്സ് ലീഡിങ് ടു ഫെയിലിയർ. അതായത് അവരൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കസ്റ്റമറിന്റെ നീഡും കൂടി നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സക്സസിലേക്ക് എത്തുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? തിയോഡോർ ലിവിറ്റ്സ് ഏതുകൊണ്ട് പറഞ്ഞത്? മാർക്കറ്റിംഗ് മയോപ്പിയ കോൺസെപ്റ്റിൽ പറഞ്ഞത്. അടുത്ത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബൂംസ് ആൻഡ് ബൺസ് 7 P's? 7 P'സും ചോദിക്കാറുള്ളതാണ്. 7 P'സിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എ പാർട്ട് 7 P'സിനകത്ത് വരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പീപ്പിള്, പ്രോസസ്, പെർഫോമൻസ്, ഫിസിക്കൽ എവിഡൻസ്. പീപ്പിള്, പ്രോസസ്, പെർഫോമൻസ്, ഫിസിക്കൽ എവിഡൻസ്. അതായത് ബൂംസിന്റെ 7 P's നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബൂംസിന്റെ 7 P's പഠിക്കുന്നതിനകത്ത് വരാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? പീപ്പിള്, പ്രോസസ്, പെർഫോമൻസ്, ഫിസിക്കൽ എവിഡൻസ്. ഏതാണ് വരാത്തത്? സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് വരാത്തത്. അതായത് ഏതായിരുന്നു? ഓപ്ഷൻ സി ഏതായിരുന്നു? പെർഫോമൻസ് അല്ലെ. ഓർത്ത് വെക്കുക 7 P's ഇപ്പൊ തന്നെ എഴുതി വെച്ചോണം. ബൂംസിന്റെ 7 P'സിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷന്, പീപ്പിള്,
പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ പ്ലസ് പീപ്പിള്, പ്രോസസ്സ്, ഫിസിക്കൽ എവിഡൻസ്. ഓർത്ത് വെച്ചോണം കേട്ടോ 7 pieces ഏതൊക്കെയാണെന്നുള്ളത്. ദ പെർഫോമൻസ് ഈസ് എ പാർട്ട് ഓഫ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിന്റെ പാർട്ടാണ് എന്ന് പറയുന്നത് പെർഫോമൻസ് എന്ന് പറയുന്നത്. നോട്ട് 7 P's. മക്കളെ നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നോക്കിയേ, a cosmetics company markets anti-aging cream only to women above 40 years based on age and income. അതായത് ഇൻകത്തെയും ഏജിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് 40 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെ, വുമൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആന്റി ഏജിങ് ക്രീം ഒരു കമ്പനി ഇറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഏത് തരത്തിലുള്ള സെഗ്മെന്റേഷൻ ആണ്? സൈക്കോളജിക്കൽ സെഗ്മെന്റേഷൻ ആണോ, ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണോ, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണോ, ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണോ? സെഗ്മെന്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ സെഗ്മെന്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെഗ്മെന്റേഷൻ പഠിക്കണം. ഇപ്പൊ ഏജിനെ ബേസ് ചെയ്തിട്ടുള്ള സെഗ്മെന്റേഷൻ വരുവാണെങ്കിൽ അത് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, ഡെമോഗ്രാഫിക് അല്ലേ? ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ് ഏജ്, ഇൻകത്തെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തുവാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ ലക്ഷറി വാച്ച് ബ്രാൻഡ് പ്രൊമോട്ട്സ് ഇറ്റ്സെൽഫ് സോ എക്സ്ക്ലൂസീവ്ലി ദാറ്റ് മിഡിൽ ഇൻകം കസ്റ്റമേഴ്സ് ഫീൽ ഇറ്റ് ഈസ് നോട്ട് ഫോർ ദം. ദിസ് ഈസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ലക്ഷറി ആയിട്ടുള്ള വാച്ച് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ മിഡിൽ ഇൻകം കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യുകയാണ്. നോട്ട് ഫോർ ദം, അവർക്ക് വേണ്ടി ഉള്ളതല്ല അതെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെയാണ് എങ്കിൽ അത് ഏത് തരത്തിലുള്ള പൊസിഷനിങ് ആണെന്ന് മാർക്കറ്റിങ്ങിനകത്ത് പൊസിഷനിങ് പഠിക്കാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊസിഷനിങ് ഉണ്ട്. അണ്ടർ പൊസിഷനിങ് ആണോ, ഓവർ പൊസിഷനിങ് ആണോ, കൺഫ്യൂസ്ഡ് പൊസിഷനിങ് ആണോ, ഡൗട്ട്ഫുൾ പൊസിഷനിങ് ആണോ? ഇവിടെ ഒരു എന്താണ്, മിഡിൽ ഇൻകം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീൽ ചെയ്യാണ് നോട്ട് ഫോർ ദം, അവർക്കുള്ളതല്ല എന്നുള്ളൊരു ഒരു ഇമേജ് അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യിക്കുന്നുണ്ട് ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള വാച്ച് ബ്രാൻഡ്. അങ്ങനെയാണ് എങ്കിൽ അത് ഏത് തരത്തിലുള്ള പൊസിഷനിങ് ആണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓവർ പൊസിഷനിങ് നാരോ ദ പെർസീവ്ഡ് ടാർഗറ്റ് മാർക്കറ്റ് ടു മച്ച് അല്ലെ. അതായത് ഓവർ പൊസിഷനിങ് ആണ് അല്ലെ. ഓവർ പൊസിഷനിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു നാരോ മാർക്കറ്റ് അവർക്ക് ഫീൽ ആകും, അവർക്കത് അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ? അല്ല. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെ, നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത് എനിക്കറിയാം, എന്നാലും നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന ഏരിയയുടെ ക്ലാസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള MCQസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളോ അങ്ങനെ എന്ത് ക്ലാസ്സുകളാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അത് കമന്റ് ഇടുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഒരു ഏരിയ പഠിക്കുമ്പോൾ ആ ഏരിയ അല്ലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയ പഠിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം എന്ന് മനസ്സിലാക്കി ആ ഏരിയ പോയി കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന് അതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇടുന്ന എഫേർട്ടാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. മാഷക്കി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. മാഷക്കിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചോദ്യപ്പെട്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓൾറെഡി റെഗുലർ ആയിട്ടുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. കമന്റുകൾ ഇടുക, നിങ്ങളുടെ സജഷനുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.